ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം മുറുകുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ അങ്ങോട്ടേക്ക് അയക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. അതിർത്തികളിൽ ഇറാന്റെ പ്രകോപനങ്ങളും ആക്രമണ ഭീഷണികളും ശക്തമാകുന്നതിനിടയിലാണ് വൈറ്റ് ഹൌസിൽ നിന്നും ഈ സുപ്രധാന പ്രഖ്യാപനം വരുന്നത്. കേവലം സൈനികരെ അയക്കുക മാത്രമല്ല, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ വേധ കവചങ്ങളും ഗൾഫ് മണ്ണിൽ വിന്യസിക്കാനാണ് അമേരിക്കൻ പദ്ധതി. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഏത് നീക്കത്തെയും മുൻകൂട്ടി തടയുകയാണ് ഈ സൈനിക വിന്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധക്കപ്പലുകളും അത്യാധുനിക പോർ വിമാനങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു സൈനിക സന്നാഹം തന്നെ ഗൾഫ് തീരങ്ങളിലേക്ക് തിരിക്കും. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന കർശന മുന്നറിയിപ്പാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിരാകേന്ദ്രമായ ഗൾഫ് മേഖലയിൽ സംഘർഷമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല, നാറ്റോ സഖ്യത്തിലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാകില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കമെന്നും വ്യക്തമാകുന്നു. US ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വിദഗ്ധരെയും ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ടതാണ് ഈ റിപ്പോർട്ട്. ഇതുപ്രകാരം 2000-ലധികം US നാവികരെ പശ്ചിമേഷ്യയിലേക്ക് അയച്ച അമേരിക്ക ഇതിനു പുറമെ കൂടുതൽ പേരെ വിന്യസിക്കുമെന്നാണ് വിവരം. പശ്ചിമേഷ്യയിലെ സംഘർഷം ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതത്തെയാണ്. ഈ കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. നിലവിൽ വ്യോമ നാവിക സേനകളാണ് സുരക്ഷയൊരുക്കുന്നത്. ആവശ്യമെങ്കിൽ ഇറാൻ തീരത്ത് കരസേന വിന്യസിക്കാനും US ആലോചിക്കുന്നുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനോ നിയന്ത്രണത്തിലാക്കാനോ ഉള്ള സാധ്യതകളെ കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു. ഇതുവഴി ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക കരുതുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവശേഷിക്കുന്ന ആണവ വസ്തുക്കൾ സുരക്ഷിതമാക്കാൻ പ്രത്യേക സൈനിക വിഭാഗത്തെ നിയോഗിക്കുന്ന കാര്യവും ട്രംപ് ഭരണകൂടത്തിന്റെ പരിഗണനയിലുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധത്തിൽ നേരിട്ട് ഇടപെടില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം നൽകിയത്. താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന് പ്രസിഡന്റായ ശേഷം പലപ്പോഴായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ. അപ്പോഴും കരസേനയെ ഇറാനിലേക്ക് അയക്കുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ആശങ്കയുണ്ട്. നിലവിൽ പൊതുജനങ്ങൾക്കിടയിൽ ഈ യുദ്ധത്തിന് പിന്തുണ കുറവാണെന്നും ശ്രദ്ധേയമാണ്. തങ്ങളെ ആക്രമിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ ഇറാൻ കടുത്ത മുന്നറിയിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള നീക്കവും ഇറാൻ പാർലമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 ഉയർന്നു. ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ഐലൻഡിൽ ആക്രമണം തുടർന്നാൽ ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയരും. തിരിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അതും സ്ഥിതി ഗുരുതരമാക്കും. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഫലം കാണാത്തത് ലോകത്താകെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.